നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കഥ, ഒരു ദൃശ്യം, ഒരു സ്വപ്നം അതൊന്ന് വീഡിയോ ആക്കി ലോകത്തിന് മുന്നിലെത്തിക്കണം. ഇതെല്ലാവരുടെയും ആഗ്രഹമാണ്. ഒരു പക്ഷേ ഒരു കിടിലൻ ഷോർട്ട് ഫിലിം, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ വീഡിയോ, അല്ലെങ്കിൽ ഒരു ഫണ്ണി കണ്ടൻറ്റ്. ഇങ്ങനെ ആഗ്രഹിക്കാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ ഭയങ്കര പാടാണല്ലേ. ഇന്ന് നമ്മുടെ കൂടെ എപ്പോഴും AI ഉണ്ട്. ടെക്സ്റ്റ് എഴുതാനും ചിത്രം വരയ്ക്കാനും വീഡിയോ ഉണ്ടാക്കാനുമെല്ലാം ഒരുപാട് AI വീഡിയോ ജനറേറ്ററുകൾ ഇന്നുണ്ട്. ഓരോ ദിവസവും പുതിയ ടൂളുകൾ വരുന്നു. പക്ഷേ ഇവർക്കെല്ലാം പൊതുവായ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അതെ, കോപ്പിറൈറ്റ് പ്രശ്നം. ഈ AIകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? കോടിക്കണക്കിന് വീഡിയോകളും ഫോട്ടോകളും അവർ പഠിക്കുന്നുണ്ട്. അതായത് ലോകത്തുള്ള ആർട്ടിസ്റ്റുകളുടെ പടങ്ങൾ, സിനിമകൾ, വീഡിയോകൾ അവർ അറിയാതെ തന്നെ അവരുടെ വർക്കുകൾ AI പഠിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ വരുന്നത്. ഈ കണ്ടൻറ്റുകൾ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുമോ? നാളെ ഒരു പ്രശ്നം വരുമോ? ഈ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ ഈ പേടിയിൽ ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം വെറുതെയാകാം. അതുതന്നെയാണ് അതിന് പിന്നിലുള്ള കാരണം. പക്ഷേ ആ പേടിക്ക് ഒരു അവസാനം കുറിക്കാൻ പോവുകയാണ്. കാരണം ഈ രംഗത്തേക്ക് ഒരു പുതിയ താരം എത്തിയിരിക്കുകയാണ്. ലോകത്താദ്യമായി പൂർണ്ണ ലൈസൻസോടെയുള്ള ഒരു AI വീഡിയോ ജനറേറ്റർ. അതെ, ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മൂൺ വാലിയുടെ മേരി എന്ന മോഡലിനെ കുറിച്ചിട്ടാണ്. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങൾ മേരി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഓരോ ക്ലിപ്പുകളും, ഓരോ വീഡിയോയും നിയമപരമായി 100% അത് നിങ്ങളുടേത് മാത്രമായിരിക്കും. അതായത് കോപ്പിറൈറ്റ് പേടി ഇനി വേണ്ടെന്നർത്ഥം. നിങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കാം, ധൈര്യമായി എവിടെയും ഉപയോഗിക്കാം. യൂട്യൂബിലിടാം, സിനിമയിൽ ഉപയോഗിക്കാം, പരസ്യത്തിലും ഉപയോഗിക്കാം. ഇതൊരു വിപ്ലവം തന്നെയാണ്. കാരണം AI ഉപയോഗിച്ചുള്ള കണ്ടന്റ് നിർമ്മാണത്തിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ ഒരു വലിയ തലവേദന തന്നെയായിരുന്നു. മേരി അതിനൊരു സൊല്യൂഷൻ ആവുകയാണെന്ന് പറയാം. അത് എങ്ങനെയാണെന്നറിയാമോ? മേരിയുടെ AI വെറുതെ ഇൻ്റർനെറ്റിൽ നിന്ന് ഡാറ്റ എടുത്ത് പഠിക്കുന്നില്ല. അവർക്ക് സ്വന്തമായി ലൈസൻസ് എടുത്ത ഒരു വലിയ ഡേറ്റാബേസ് ഉണ്ട്, വിഷ്വൽ ഡേറ്റാബേസ്. അതുകൊണ്ട് അവരുണ്ടാക്കുന്ന വീഡിയോകൾക്ക് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ വരില്ല. അമേരിക്കയിൽ ഫെയർ യൂസ് എന്നൊരു നിയമമുണ്ട്. പക്ഷേ AI ഉപയോഗിക്കുന്ന ഡേറ്റ അതിൻ്റെ പരിധിയിൽ വരുമോ എന്ന് ഇപ്പോഴും തർക്കവിഷയമാണ്. എന്നാൽ ഇന്ത്യയിലെ നിയമങ്ങൾ പൊതുവെ ഇതിൽ കുറച്ചുകൂടി കർശനമാണ്. അതുകൊണ്ടാണ് മേരിയെ പോലുള്ള AI വർക്ക് ഫ്ലോകൾ ഇന്ത്യൻ ക്രിയേറ്റർമാർക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഇനി നിങ്ങളുടെ സംശയം മാത്രം മതി. ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു ചിത്രം കൊടുത്താൽ മതി. വെറും 5 സെക്കൻഡിൽ കിടിലൻ 1080, അതായത് ഫുൾ HD ക്വാളിറ്റിയിൽ നിങ്ങളുടെ വർക്കുകൾ ജീവൻ വയ്ക്കും. 10 സെക്കൻഡ് വരെ ആ വീഡിയോകളെ നീട്ടാനും പറ്റും. ഇതൊരു സാധാരണ AI ടൂൾ മാത്രമല്ല, മേരിയിലേക്ക് മറ്റു ചില അടിപൊളി ഫീച്ചറുകളുമുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു വീഡിയോയിലെ ക്യാമറയുടെ ചലനം ഒരു പുതിയ വീഡിയോയിലേക്ക് പകർത്താൻ ഇതിനെക്കൊണ്ട് പറ്റും. അല്ലെങ്കിൽ ഒരു കഥാപാത്രം ചെയ്യുന്ന ചലനങ്ങൾ മറ്റൊരു കഥാപാത്രത്തിന് നൽകാം. ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ ഭാവനയ്ക്ക് ഇനി ഒരു അതിരുകളുമില്ല. അത് എല്ലാ തരത്തിലും അതിശക്തമാണ്. പലരും എന്നോടൊക്കെ ചോദിക്കാറുണ്ട്, ഈ AI വീഡിയോകൾക്ക് സിനിമയുടെ ക്വാളിറ്റി വരുമോ എന്നൊക്കെ. മേരി ഒരു തുടക്കമാണ്. ചിലപ്പോൾ ചിലയിടത്ത് ചെറിയ പോരായ്മകൾ തോന്നിയേക്കാം. പക്ഷേ സാങ്കേതികവിദ്യ അതിവേഗം വളരുകയാണ്. ഇന്ന് കാണുന്ന ഈ മേരിയെ നാളെ ഒരു പക്ഷേ ഹോളിവുഡ് സിനിമകളെപ്പോലെ അതിശയിപ്പിക്കുന്ന
ദൃശ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. കാരണം പൂർണ്ണ ലൈസൻസ് എന്ന ഈ പ്രത്യേകതയാണ് മാരിയെ വ്യത്യസ്തമാക്കുന്നത്. പ്രൊഫഷണൽ ക്രിയേറ്റർമാർക്കും ഇതൊരു വലിയ സഹായകമാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പകർപ്പവകാശമില്ലാത്ത AI കണ്ടന്റ് വരുമ്പോൾ ആർക്കും ഒരു ക്രിയേറ്റർ ആകാൻ പറ്റും. ഒരു വലിയ ടീമോ ബജറ്റോ ഇല്ലാതെയും സ്വന്തം സിനിമകൾ, പരസ്യങ്ങൾ, ഡോക്യുമെൻ്ററികൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം. ഒറ്റ കാര്യം മാത്രം, ക്രിയേറ്റീവ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചിരിക്കണമെന്ന് മാത്രം. അവിടെ ആ ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട്. ഒരു കലാകാരൻ്റെ ജോലി AI കളയുകയാണോ? അതോ പുതിയ സാധ്യതകളാണോ തുറന്നിടുന്നത്? അല്ലെങ്കിൽ ആർക്കൊക്കെ അത് സാധ്യമാകും? ഈ ചോദ്യങ്ങൾക്കെല്ലാം തീർച്ചയായും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. നിങ്ങളൊരു സാധാരണക്കാരനാവട്ടെ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവട്ടെ, ഈ സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനാവുക? നിങ്ങളുടെ മനസ്സിൽ ഒരു കിടിലൻ ആശയമുണ്ടെങ്കിൽ അത് ഒരു വീഡിയോ ആക്കാൻ മാരി ഉപയോഗിക്കാനാകുമോ? ഈ പൂർണ്ണ ലൈസൻസ് എന്ന സംഭവം AI വീഡിയോ നിർമ്മാണത്തെ ഒരു ഗെയിം ചേഞ്ചറാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തായാലും മൂൺ വാലിയുടെ മാരി വീഡിയോ നിർമ്മാണ ലോകത്ത് ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. ഭാവനയെ ദൃശ്യമാക്കാനും അത് നിയമപരമായി നിങ്ങൾക്ക് സ്വന്തമാക്കാനും ഇനി എളുപ്പമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. നമുക്ക് സംസാരിക്കാം. ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പുതിയ AI മുന്നേറ്റങ്ങളുമായി അടുത്ത ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് കാണാം. അപ്പോൾ കാലം AI.